ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശിൽ നിന്നുള്ള അൻസറുള്ള എന്ന ബംഗ്ലാ ടീം അഥവാ AB ടീം ഈ ഭീകരർക്ക് പൂനെയിൽ അഭയം നൽകിയതിന് 3 ബംഗ്ലാദേശികളെ മുംബൈയിലെ NIA പ്രത്യേക കോടതി വ്യാഴാഴ്ച 5 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. NIA വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറഞ്ഞത്. രാജ് ജസൂബ് മണ്ഡൽ എന്ന മുഹമ്മദ് ഹബീബുർ റഹ്മാൻ എന്ന ഹബീബ്, ഹന്നാൻ ബാബുറലി ഗസി എന്ന ഹന്നാൻ അൻവർ ഹുസൈൻ ഖാൻ, രാജ ജസൂബ് മണ്ഡൽ എന്ന മുഹമ്മദ് അസർ അലി സുബ്ഹാനല്ലാ എന്നിവരെയാണ് IPCയിലെ പ്രസക്തമായ വകുപ്പുകൾ ചുമത്തി 5 വർഷം തടവിന് ശിക്ഷിച്ചത്. കൂടാതെ ഓരോരുത്തർക്കും 2000 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ഇതോടെ കേസിൽ ആകെ 5 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി. നേരത്തെ 2023 ഒക്ടോബറിൽ മറ്റ് 2 പ്രതികളായ റിപ്പർ ഹുസൈൻ, മുഹമ്മദ് ഹസൻ അലി, മുഹമ്മദ് അമീർ അലി എന്നിവരെ കുറ്റക്കാരാക്കി കണ്ടെത്തി. 5 വർഷം തടവിന് ശിക്ഷയും വിധിച്ചിരുന്നു. സാധുവായ രേഖകളില്ലാതെ പൂനെയിൽ താമസിക്കുന്ന നിരവധി ബംഗ്ലാദേശി പൗരന്മാരെ സംബന്ധിച്ചും നിരോധിത ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദയുടെ മുൻനിര സംഘടനയായ ABTയിലെ അംഗങ്ങളെ സഹായിക്കുകയും ചെയ്തതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2018 മാർച്ചിലാണ് പൂനെ പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. മഹാരാഷ്ട്രയിലെ പൂനെയിലെ ധോബിഘട്ട്, ഭൈറോബാനല എന്നിവിടങ്ങളിൽ വെച്ച് പോലീസ് ഹബീബിനെ പിടികൂടുകയായിരുന്നു. തുടർന്ന് കേസിൽ മൊത്തം 5 ബംഗ്ലാദേശ് പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് 2018 മെയ്യില് കേസ് ഏറ്റെടുത്ത NIA അറസ്റ്റിലായ ബംഗ്ലാദേശി പൗരന്മാർ അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതായി കണ്ടെത്തി. വ്യാജ രേഖകൾ നൽകി വ്യാജ പേരുകളിൽ പാൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID, റേഷൻ കാർഡ് തുടങ്ങിയ തട്ടിപ്പുകളിലൂടെ ഇവർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ സിം കാർഡുകൾ വാങ്ങുന്നതിനും ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനും ഇന്ത്യയിൽ ജോലി തേടുന്നതിനും ഇവർ ഈ രേഖകൾ ഉപയോഗിച്ചിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. പ്രധാന അംഗമായ സമദ് മിയ ഉൾപ്പെടെ നിരവധി ABT അംഗങ്ങൾക്ക് പ്രതികൾ അഭയം നൽകുകയും ധനസഹായം നൽകുകയും ചെയ്തതായി NIA അന്വേഷണത്തിൽ വ്യക്തമാക്കി. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടക്കണമെങ്കിൽ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്ന് ആലോചിക്കണം. നമുക്കിപ്പോൾ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ, ബംഗ്ലാദേശിലേക്കോ പാകിസ്ഥാനിലേക്കോ പോകണമെങ്കിൽ മതിയായ യാത്രാ രേഖകൾ നിർബന്ധമായും വേണം. പക്ഷേ ഒരു രേഖയുമില്ലാതെ ഈ വ്യാജ രേഖകളിലൂടെ എങ്ങനെയാണ് ഇവർ ഇന്ത്യയിൽ എത്തുന്നത്? അപ്പോൾ ഇന്ത്യക്കകത്തു തന്നെ ഇവരെ സ്വസ്ഥമായും സ്വതന്ത്രമായും സുരക്ഷിതരായും ഇവിടെ എത്തിക്കുന്ന, ഇവിടെ അവർക്ക് സംരക്ഷണം നൽകുന്ന വലിയ ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പൊ ഈ കപ്പലിനകത്തുള്ള വെള്ളമാണ് കപ്പലിനെ മുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പലിനകത്ത് ഓട്ട വീണത് എവിടെ നിന്നാണ് എന്ന് കണ്ടെത്തേണ്ടുന്ന ഉത്തരവാദിത്വം ഈ രാജ്യത്തിന്റെ അമരക്കാർക്കുണ്ട്. കപ്പലിന് പുറത്തുള്ള വെള്ളം കപ്പലിനെ മുക്കില്ല. കപ്പലിനകത്തുള്ള വെള്ളം എങ്ങനെ, എവിടെ, എത്രത്തോളം എന്നത് കണ്ടുപിടിക്കാനുള്ള വലിയ ശ്രമകരമായ ബാധ്യതയാണ് സ്വതന്ത്ര ഭാരതത്തിന് മുന്നിലുള്ളത്. കാരണം ഏതൊരു രാജ്യവും ഒരിക്കലും പൊറുക്കാത്ത പാപകർമ്മമാണ് രാജ്യദ്രോഹ കുറ്റം. സ്വന്തം രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളെയും ഒരു രാജ്യവും വെറുതെ വിടില്ല, ഇന്ത്യ ഒഴികെ. ഇന്ത്യക്കകത്തുള്ളത്ര ഇന്ത്യ വിരുദ്ധർ ലോകത്തൊരു രാജ്യത്തും ഉണ്ടാകാനിടയില്ല. കാരണം ദേശീയ പതാകയിൽ പോലും പാകിസ്ഥാന്റെ ചിഹ്നം, അല്ലാഹു അക്ബർ എന്ന് ദേശീയ പതാകയ്ക്കകത്ത് എഴുതി പറത്താൻ, ബലൂണിനകത്ത് പാകിസ്ഥാൻ ജയിക്കട്ടെ എന്ന് എഴുതി കോഴിക്കോട് കടപ്പുറത്ത് പറത്താൻ നമ്മുടെ നാട്ടിലുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ഈ രാജ്യത്തെ തകർക്കുക, പിളർത്തുക എന്ന ലക്ഷ്യമാണ് ചില ആളുകൾക്കുള്ളത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയി ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ കുറ്റം പറഞ്ഞാണ് അവർ കയ്യടി നേടിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിൽ അസ്വാരസ്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞും തിരുത്തിയും പരിഹരിച്ചും പൊരുത്തപ്പെട്ടും മുന്നോട്ട് പോകേണ്ടത് ഒരു കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ എല്ലാവരുടെയും ബാധ്യതയാണ്. ഇത് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ലാത്തത് കൊണ്ടാണോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. കോൺഗ്രസിനെ കടന്നാക്രമിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തുണ്ട്. അധികാരം തങ്ങളുടെ ജന്മാവകാശമാണ് എന്ന് കരുതിയിരുന്ന ആളുകൾക്ക് കഴിഞ്ഞ 10 കൊല്ലമായി കേന്ദ്രത്തിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷയിലെ ഭുവനേശ്വരിൽ
BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു നരേന്ദ്രമോദി ഇക്കാര്യം പറഞ്ഞത്. കോൺഗ്രസ് രാജ്യത്തെ പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും രോഷത്തിന്റെ പുറത്ത് രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നതിന്റെ തിരക്കിലാണ് അവരെന്ന് മോദി ആരോപിച്ചു. മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴും രാഷ്ട്രീയത്തിന്റെ പല നിറഭേദങ്ങളും താൻ കണ്ടിട്ടുണ്ടെന്നും രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷം വളരെ സ്വാഭാവികമായ ഒന്നാണെന്നും ഏതൊരു തീരുമാനത്തെക്കുറിച്ചും വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷം തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകും. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത ചതച്ചരയ്ക്കപ്പെട്ടു. ജനാധിപത്യത്തിന്റെ പല മാനദണ്ഡങ്ങളും നിരാകരിക്കപ്പെട്ടു. അധികാരം തങ്ങളുടെ ജന്മാവകാശമാണ് എന്ന് കരുതിയിരിക്കുന്നവർക്ക് കേന്ദ്രത്തിൽ അധികാരം കിട്ടാതായിട്ട് 10 കൊല്ലം കഴിഞ്ഞു. മറ്റൊരാൾക്ക് ആദ്യ ദിനം മുതൽ ആശീർവാദം നൽകുന്നതിനാൽ രാജ്യത്തെ ജനങ്ങളോട് അവർക്ക് അമർഷമാണ്. കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ച നരേന്ദ്രമോദി രംഗത്ത് അവരുടെ നുണകളുടെയും അപവാദങ്ങളുടെയും കട 50-60 കൊല്ലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ പ്രചാരണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം ആളുകളുടെ പ്രവൃത്തികളും ഉദ്ദേശങ്ങളും പ്രബുദ്ധരായ പൗരന്മാർക്കും BJP പ്രവർത്തകർക്കും രാജ്യത്തെയും ഭരണകൂടത്തെയും ഭരണഘടനയെയും സ്നേഹിക്കുന്നവർക്കും വലിയ വെല്ലുവിളിയായി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ ഈ രാജ്യത്തിനകത്താണ്, പുറത്തല്ല. രാജ്യത്തിനകത്തും പുറത്തും നിരവധി രാജ്യവിരുദ്ധരായിട്ടുള്ള, ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ പിടിക്കപ്പെടുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ദോഡ, ഉധംപൂർ ജില്ലകളിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ ഗൂഢാലോചന നടത്തി എന്നാരോപിച്ച് 2 തീവ്രവാദി കൂട്ടാളികളെ പോലീസ് വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ദോഡ ജില്ലയിലെ ഭാദേർവ ബെൽറ്റിലെ ദണ്ഡി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഫിർദൌസ് അഹമ്മദ് വാനി എന്നീ ഭീകരനെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി അതിർത്തിക്കപ്പുറമുള്ള ഭീകരവാദികളുമായി ബന്ധപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രദേശത്തെ ദേശവിരുദ്ധ ഘടകങ്ങൾക്ക് ചുവടുറപ്പിച്ച് ദോഡയിൽ തീവ്രവാദം പുനരുജ്ജീവിപ്പിക്കാൻ അഹമ്മദ് വാനി സജീവമായി പ്രവർത്തിച്ചിരുന്നു എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇയാളുടെ വസതിയിൽ നടത്തിയ സമഗ്രമായ പരിശോധനയിൽ കുറ്റകരമായ വസ്തുക്കളും രേഖകളും കണ്ടെടുത്തു. പാക് അധീന ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്ന സജീവ തീവ്രവാദികളുമായി സഹകരിച്ച് ദോഡയിലും പരിസരത്തും അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ ഇയാൾ ഗൂഢാലോചന നടത്തുകയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. എന്നാൽ മറ്റൊരു ഓപ്പറേഷനിൽ ഉധംപൂരിൽ നിന്നും മറ്റൊരു തീവ്രവാദിയെ പോലീസ് അറസ്റ്റ് ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. 1-ലധികം ഭീകരവാദ കേസുകളിൽ ഉൾപ്പെട്ട പൊനാര സോണിയിൽ നിന്നുള്ള അബ്ദുൽ സത്താർ എന്നയാളെയാണ് പ്രതിയായി തിരിച്ചറിഞ്ഞത് പോലീസ്. അറസ്റ്റിലാകുന്നതുവരെ തീവ്രവാദ സംഘടനകളുടെ സജീവ വഴികാട്ടിയായും സഹായിയായും ഇയാൾ പ്രവർത്തിച്ചിരുന്നു എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. തന്നെയുമല്ല, ബസന്ത്ഗഡ് പോലീസ് സ്റ്റേഷൻ ഇയാൾക്കെതിരെ നിരവധി FIRകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് കൂട്ടിച്ചേർത്തു. ഇവരൊക്കെ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നത് എന്ന് ചിന്തിച്ചാൽ മതി. ഇവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും തണലുകളും ഒരുക്കി കൊടുക്കാൻ ഇന്ത്യക്കകത്ത് തന്നെയുണ്ട് ആൾക്കാർ. നന്ദി.